ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇതിനൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു വലിയൊരു പണിയും കൂടി ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ എന്തോ കടിച്ചു ഗായ്സ്. ഇങ്ങനെ ഭയങ്കര വേദനയും നീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അതിൻ്റെ ചെറിയൊരു വേദനയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്വീറ്റ് അമ്പൾ ഉണ്ട്. അതിൽ വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് കഴിക്കാറുണ്ട്. പച്ചയാണേലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ആത്തച്ചക്ക, ഇതിന് നമ്മളിവിടെ പറഞ്ഞ മുള്ളാത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം നിറയെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഫുൾ ഒരു വൈറ്റ് കളറിൽ എന്തോ പൊടി പോലെ ഇരിക്കുക. ചെറുതിനെ അങ്ങനെ ആയിപ്പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ തായ്ലൻഡ് ചാമ്പയാണ്. ഇതിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ ഇതൊക്കെ നട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വപ്നത്തിൻ്റെ പേരിൽ ഞാനിത് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട്. അങ്ങനെ അതുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരയ്ക്ക ഗായ്സ്. നമ്മുടെ പേരയ്ക്കയാണ് ഇനിയുള്ളത്. ഇതിൽ 2 കാ നമ്മൾ വാങ്ങിച്ചപ്പോഴുള്ളത്, കാരണം അത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പം അത് പഴുക്കുന്ന വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. പറിച്ചിട്ടില്ല ഇതുവരെ. എന്താണെന്ന് ഇപ്പോൾ ഭയങ്കര മഴയായിരുന്നു, നമുക്ക് വെളിയിലിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അതുണ്ട്. അത് അത്യാവശ്യം കുറച്ച് വലുതായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു നോർമൽ ചാമ്പയാണ്. അതും നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊന്നും ആയിട്ടില്ല, തീരെ ചെറുതാണ്. അപ്പോൾ പിന്നെ ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ പിന്നെ നമ്മുടെ ബട്ടർ ഫ്രൂട്ടാണ് ഗൈസ്. അങ്ങനെ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല പൂവും കായാണെന്ന് തോന്നുന്നു ഗൈസ്. അത് പൂ തന്നെയാണോന്ന് എനിക്കറിയില്ല. നിറച്ച് പൂവൊക്കെ ഉണ്ട്. അത് കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവാണ്. ഈ പ്ലാവും ചെറുതിലെ ഉണ്ടാവുന്ന പ്ലാവ് തന്നെയാണ്. അപ്പം അതും ചെറുതാണ്, അതിലും വലിയ കായ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് വലുതാണ് ഇപ്പോൾ ഉണ്ട് ഗൈസ്. പക്ഷേ ഇതുവരെ അതിനകത്തൊരു പൂ പോലും വന്നിട്ടില്ല. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നേരത്തെ നാരകവും റംബൂട്ടാനും ഇവിടെ ഉണ്ടായിരുന്നു. ആത്തച്ചക്കയൊക്കെ ഇവിടെ നിന്നതാട്ടോ. അപ്പം ഈ റംബൂട്ടാനും ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴമൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ, ചെറിയതാണ്, വളർന്നിട്ടില്ല ഒത്തിരി ഒന്നും. പിന്നെ തെങ്ങുണ്ട്, ചെറിയ തെങ്ങുണ്ട്, വലിയ തെങ്ങുണ്ട് ഗൈസ്. വലിയ തെങ്ങിൽ ഇതൊക്കെയുണ്ട്, തേങ്ങയൊക്കെ ഉണ്ട്. ചെറിയ തെങ്ങ് നട്ടേ ഉള്ളൂ നമ്മൾ. പിന്നെ ഓമയ്ക്ക ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നേരത്തെ നാരകവും റംബൂട്ടാൻ നിന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൽ ഇതുവരെയായിട്ട് കായ്കളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ നാരകം വെട്ടിക്കളഞ്ഞു. കുറച്ചിങ്ങനെ വെട്ടി വിട്ടു, കാരണം ഇനി കിളിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായാലെന്ന് വിചാരിച്ച്. പക്ഷേ അറിയില്ല, കിളിക്കുമോ അറിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ റംബൂട്ടാൻ ഈ പ്രാവശ്യം കായ്ച്ച് ഗായസ്, നിറയെ പൂവും നിറയെ കായും ഒക്കെ ഉണ്ട്. അതെന്താണെന്നറിയില്ല, ഒരു ലക്കിനങ്ങ് കായ്ച്ച് ഗായസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. റംബൂട്ടാനെ കണ്ടു നിറച്ച് കായുണ്ട് ഗൈസ്, നിറച്ച് കാ. എത്ര എണ്ണം കിട്ടുമെന്നും അറിയില്ല. ഇതാണ് നമ്മുടെ തെങ്ങ്. നമ്മൾ കുറേ തേങ്ങയൊക്കെ പറിച്ച് കേട്ടോ. തെങ്ങിലെ കുറേ തേങ്ങയൊക്കെ പറിച്ച് എന്നിട്ട് ഇനി ഇത്രയും കൂടെ നിൽപ്പുണ്ട്. ചെറുപ്പിന് ഇനി ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.